നഴ്സിന്റെ കുറവ് മൂലം എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ വീണ്ടും നിർത്തിവെച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും സർക്കാർ ഒരുക്കുന്നില്ലെന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ ട്രഷറിയിൽ 24,000 രൂപ വരെയുള്ള പെൻഷൻ വിതരണം പുനരാരംഭിച്ചു. ചൊവ്വാഴ്ചയെത്തിയ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് അധികൃതർ. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴ ഭാഗത്ത് തടയണ നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. തടയണയോടൊപ്പം പാലമെന്ന ദീർഘകാലത്തെ ആവശ്യവും നിറവേറുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ വീണ്ടും നിർത്തിവെച്ചു. സ്റ്റാഫ് നഴ്സിന്റെ കുറവാണ് കിടത്തി ചികിത്സയും ഉച്ചതിരിഞ്ഞുള്ള പരിശോധനയും നിർത്തിവെക്കാൻ ഇടയാക്കിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രമായ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ എത്ര തവണ കിടത്തി ചികിത്സ നിർത്തിവെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അധികൃതർക്ക് ആവില്ല. അത്രമാത്രം അവഗണനയാണ് അരനൂറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സർക്കാർ ആതുരാലയം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2005-ൽ MLA ആയിരുന്ന AC മൊയ്തീന്റെ ശ്രമഫലമായിട്ടാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ആശുപത്രി സാമൂഹികാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. എന്നാൽ ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കുന്നതിനും മാറി മാറി ഭരണം കൈയാളിയ സർക്കാരുകൾ തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മദർ CHC ആയ എരുമപ്പെട്ടി ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയായി വീണ്ടും ഉയർത്തി. എന്നാൽ പ്രഖ്യാപനങ്ങൾ കടലാസിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയാണുണ്ടായത്. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ എന്നീ 4 പഞ്ചായത്തുകളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏക ആശ്രയമായ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രി ഇന്നും അസൗകര്യങ്ങളുടെ നിറവിലാണ് പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറും സേവനം ലഭിക്കേണ്ട ആശുപത്രി ജീവനക്കാരുടെ കുറവ് മൂലം OP പരിശോധന കഴിഞ്ഞാൽ അടച്ചുപൂട്ടി പോകുന്ന സാഹചര്യമാണുള്ളത്. സാമൂഹികാരോഗ്യ കേന്ദ്രമെന്ന പേര് ലഭിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ രേഖകളിൽ ജീവനക്കാരുടെ തസ്തിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെതായതിനാലാണ് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകാൻ കാരണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും മതിയായ ജീവനക്കാരെ നിയമിക്കുന്നതിലും അധികൃതർ കാണിക്കുന്ന അലംഭാവം കൊണ്ട് ദുരിതം പേറുന്നത് നിർധനരായ രോഗികളാണ്. രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ പ്രാഥമിക ചികിത്സ ലഭിക്കാതെ നിരവധി ഹൃദ്രോഗികൾക്കാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. സാമൂഹികാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ AC മൊയ്തീൻ മേഖലയിലെ MLA ആയി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതും മന്ത്രിയായി മാറിയതും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയ്ക്ക് ഇട നൽകിയിരിക്കുകയാണ്. സാധാരണക്കാരുടെ ആശ്രയമായ എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയുടെ അസൗകര്യങ്ങൾ പരിഹരിച്ച് കിടത്തി ചികിത്സ ശാശ്വതമായി നിലനിർത്താൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. 500, 1000 നോട്ട് നിരോധനത്തിന് ശേഷം കൊടുങ്ങല്ലൂർ ട്രഷറിയിൽ നിന്ന് 24,000 രൂപ വരെയുള്ള പെൻഷൻ വിതരണം പുനരാരംഭിച്ചു. ഇതോടെ പെൻഷൻ വിതരണത്തിൽ നിലനിന്നിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾക്ക് വിരാമമായി. ചൊവ്വാഴ്ച ട്രഷറിയിൽ നിന്ന് 35 ലക്ഷം രൂപയോളം പെൻഷൻകാർക്ക് വിതരണം ചെയ്തു. ബാങ്കിൽ നിന്ന് ലഭിച്ച 20 ലക്ഷം രൂപയടക്കമാണ് 35 ലക്ഷം രൂപ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. ഇതുവരെ പരമാവധി 10,000 രൂപ വീതമാണ് ട്രഷറിയിൽ നിന്ന് വിതരണം ചെയ്തിരുന്നത്. ചൊവ്വാഴ്ച വരിയിലുണ്ടായിരുന്ന എല്ലാവർക്കും പെൻഷൻ നൽകാൻ കഴിഞ്ഞത് ട്രഷറി ജീവനക്കാർക്കും ആശ്വാസകരമായി. പെൻഷൻ വിതരണം സുഗമമാക്കാൻ ചൊവ്വാഴ്ച ജീവനക്കാർ പുതുതായി ഒരു കൗണ്ടർ കൂടി ആരംഭിച്ച് 3 കൗണ്ടറുകളിലൂടെയാണ് പണം വിതരണം ചെയ്തത്. 4,000-ഓളം പേർക്കാണ് കൊടുങ്ങല്ലൂർ ട്രഷറിയിൽ നിന്ന് പെൻഷൻ വിതരണം നടത്തുന്നത്. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴ ഭാഗത്ത് തടയണ നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. നടപടികളുടെ ഭാഗമായി ജലസേചന വകുപ്പ് സാധ്യതാ പഠനം നടത്തി. പാൽപ്പുഴ ഭാഗത്ത് പുഴയിൽ തടയണ മാത്രമല്ല റെഗുലേറ്റർ കം ബ്രിഡ്ജ് സംവിധാനമാണ് സർക്കാർ ആലോചിക്കുന്നത്. പുഴയിലെ ജലവിധാനം ക്രമാതീതമായി താഴുന്നത് കുടിവെള്ള ജലസേചന സംവിധാനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയാണിപ്പോൾ. പുഴയോര പ്രദേശങ്ങൾ വരെ കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലാണ്. അതേസമയം ജലവിധാനം താഴ്ന്നാലും പുഴയിൽ നിന്ന് വെള്ളം കായലിലേക്ക് ഒഴുകിയെത്തുന്ന നിലയിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് തടയണ എന്ന ആശയം ഉയർന്നു വന്നത്. ഇക്കാര്യം മനസ്സിലാക്കിയാണ് ജലവിധാനം നിലനിർത്താൻ പരിഹാരമായി VR സുനിൽകുമാർ MLAയുടെ നിർദ്ദേശപ്രകാരം ജലസേചന വകുപ്പ് സാധ്യതാ പഠനം നടത്തിയത്. അനമനട ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതി തടയണ നിർമ്മാണത്തിന്റെ ആവശ്യം ഉന്നയിച്ച് അന്നത്തെ MLA TN പ്രതാപന് നൽകിയ നിവേദനം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു. പുഴയിൽ ഈ ഭാഗത്ത് പാറയുള്ളത് തടയണ നിർമ്മാണത്തിന് അനുകൂലമാണെന്നാണ് വിലയിരുത്തുന്നത്. എറണാകുളം, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ മേഖലയിൽ പാലം വേണമെന്ന ശക്തമായ ആവശ്യത്തിന് 1.5 പതിറ്റാണ്ടിലധികം കാലത്തെ പഴക്കമുണ്ട്. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന എളവൂർ മേഖലയിൽ നിന്ന് കടത്തുവഞ്ചിയിലാണ് തൃശൂർ ജില്ലയിലെ പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾ എത്തുന്നത്. മഴക്കാലത്ത് ഏറെ അപകടകരമായ അവസ്ഥയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കണക്കൻകടവിൽ നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജ് മാതൃകയിലാണ് പാൽപ്പുഴയിൽ തടയാൻ ആവശ്യമുള്ളതെന്ന് പ്രദേശവാസിയായ
മാള ഗുരുധർമ്മ ട്രസ്റ്റ് ചെയർമാൻ സുധീഷ് ബാബു പറഞ്ഞു. ബ്രിഡ്ജ് വരുന്നതോട് കൂടിയിട്ട് പാലശ്ശേരി ഉള്ള സ്കൂളിലേക്കുള്ള കുട്ടികൾ പണ്ടേ ധാരാളം വരുന്ന കുട്ടികൾ ഇപ്പോൾ 5 മാത്രമുള്ളത് ആ യാത്രാ സൗകര്യം വർദ്ധിക്കും. അത് എറണാകുളം ജില്ലയിലേക്ക് ശ്രീശങ്കര കോളേജ്, ശ്രീശങ്കര വിദ്യാപീഠമുള്ള കോളേജുകളിലേക്ക് ധാരാളം കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അവർക്കുള്ള യാത്രാ സൗകര്യം എളുപ്പമായി തീരും. അങ്കമാലി പ്രധാനപ്പെട്ട ടൗണാണ്. അങ്കമാലിക്കുള്ള ദൂരം കുറയും. പാൽപ്പുഴ ഭാഗത്ത് പാലം നിർമ്മിച്ചാൽ ദേശീയപാത 47ലേക്ക് വേഗം എത്താനും സാധിക്കും. ജലവിധാനം നിലനിർത്തുന്നതിനൊപ്പം പാലം എന്ന ദീർഘകാലത്തെ ജനകീയ ആവശ്യവും നിറവേറ്റാൻ കഴിയും. ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂലമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. TCV മാള. പീഡനക്കേസിൽ അറസ്റ്റിലായ ഗുരുവായൂർ നഗരസഭാ മുൻ സെക്രട്ടറി രഘുരാമന്റെ സേവന കാലയളവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം വേണമെന്ന് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. വകുപ്പുതല അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് വാര്യരാണ് പ്രമേയം അവതരിപ്പിച്ചത്. പീഡനക്കേസിൽ പ്രതിയായ സെക്രട്ടറിയെ പോലീസ് സ്റ്റേഷനിൽ സഹായിച്ചത് 2 മുൻ കോൺഗ്രസ് കൗൺസിലർമാരാണെന്ന് സുരേഷ് വാര്യർ ആരോപിച്ചു. സെക്രട്ടറി നടത്തിയ ചട്ടലംഘനങ്ങൾ തെളിവുകളോടെ അക്കമിട്ട് നിരത്തി കൗൺസിലർ KV വിവിധ് സംസാരിച്ചു. സെക്രട്ടറി നൽകിയ ലൈസൻസ്, കെട്ടിട നിർമ്മാണ അനുമതി എന്നിവയെല്ലാം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ് തന്റെ കയ്യിലുള്ള രേഖകളെല്ലാം ചെയർമാന്റെ മേശപ്പുറത്ത് സമർപ്പിച്ചു. സെക്രട്ടറി ഗുരുവായൂരിൽ ഉണ്ടെന്നിരിക്കെ വിമർശനം ഉന്നയിക്കാത്തവർ അദ്ദേഹം സ്ഥലം മാറിയ ശേഷം വിമർശനം ഉന്നയിക്കുന്നത് അപഹാസ്യമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു. സെക്രട്ടറിയെ സംരക്ഷിക്കാൻ ഇടപെട്ടത് LDFിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നിർമ്മാണ വ്യവസായിയായ മുൻ കൗൺസിലറുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും കൗൺസിലർമാരുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൗൺസിൽ ബഹിഷ്കരിച്ചുവെന്ന് പ്രഖ്യാപിച്ച് പുറത്തുപോകുകയും പിന്നീട് തിരിച്ചുകയറുകയും ചെയ്ത AT ഹംസ യോഗത്തിൽ സംസാരിക്കരുതെന്ന് ചെയർപേഴ്സൺ റൂളിംഗ് നൽകി. AT ഹംസ നവംബർ 8 നൽകിയിരുന്ന പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കി. ഇതോടെ അജണ്ടകൾ വായിച്ച് പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി കൗൺസിൽ പിരിച്ചുവിട്ടു. ചെയർപേഴ്സന്റെ നടപടിയിൽ പാർലമെന്റ് പാർട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി. TCV ന്യൂസ്, ഗുരുവായൂർ. ഒരിടവേള. വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകൾ നിലയിലെ വരാന്തയിൽ തീപിടുത്തം. PK ടവറിലെ പാരപ്പറ്റിൽ കിടന്നിരുന്ന ചപ്പുചവറുകളിലാണ് തീ പടർന്നത്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. SFI പ്രവർത്തകനായ നിജിത് കണ്ണനെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിലും ABVP പ്രവർത്തകരായ സുർജിത്, അജിത് രാമചന്ദ്രൻ, ASF പ്രവർത്തകനായ ദിനേശ് സന്നത്ത് എന്നിവരെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നടത്തറ ഫാർമേഴ്സ് ബാങ്കിനെതിരെ വിജിലൻസ് അന്വേഷണം. ബാങ്കിന്റെ ചേരുംകുഴി ശാഖയുടെ പ്രവർത്തനത്തിനായി മുളയം വില്ലേജിൽ സ്ഥലം വാങ്ങിയതിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്നാരോപിച്ച് ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെയും മുൻ മാനേജിംഗ് ഡയറക്ടർ, നിലവിലെ മാനേജിംഗ് ഡയറക്ടർ എന്നിവരെ പ്രതികളാക്കി കൊഴുക്കുള്ളി സ്വദേശി കൂടിയിരിക്കൽ ഗോപി നൽകിയ പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രാഥമിക അന്വേഷണം നടത്തി ജനുവരി 31 റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. ഹർജിക്കാരനു വേണ്ടി അഭിഭാഷകരായ ബൈജു A. ജോസഫ്, സജിത് T. മേനോൻ എന്നിവർ കോടതിയിൽ ഹാജരായി. ചാർജ് എടുത്ത് ഒരാഴ്ചയായെങ്കിലും ചാവക്കാട് കൃഷിഭവനിൽ കൃഷി ഓഫീസർ എത്തുന്നില്ല. ജനകീയ ആസൂത്രണ പദ്ധതികളുടെ നിർവഹണ സമയങ്ങളിൽ ഓഫീസർ ഇല്ലാത്തതിനെക്കുറിച്ച് പരാതികളും മാധ്യമവാർത്തകളും വന്നതിനെ തുടർന്നാണ് ചാവക്കാട് കൃഷിഭവന് ഓഫീസറെ ലഭിച്ചത്. ഒരു കൃഷി അസിസ്റ്റന്റ് മാത്രമാണ് ഇപ്പോൾ ഓഫീസിൽ ഉള്ളത്. 2 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കേണ്ടതുണ്ട്. പദ്ധതി നടത്തിപ്പിലെ അശ്രദ്ധ ഇടനിലക്കാർക്ക് പദ്ധതി വിഹിതത്തിൽ വെട്ടിപ്പ് നടത്താൻ അവസരമൊരുക്കുമെന്ന് ആരോപണമുണ്ട്. നടത്തിപ്പ് ഉദ്യോഗസ്ഥനായ കൃഷി ഓഫീസർ മുഴുവൻ സമയവും ഓഫീസിൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൊടുങ്ങല്ലൂരിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളിലൊന്നായ കനാൽ ഓഫീസ് സംരക്ഷിക്കാതെ നശിച്ചു തുടങ്ങി. അവഗണനയുടെയും അനാസ്ഥയുടെയും അടയാളമാണ് കനാൽ ഓഫീസ് എന്ന ചരിത്ര സ്മാരകം. രാജാവിന് വേണ്ടി നിർമ്മിച്ച വിജയൻ തോടിന്റെ കരയിൽ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് കനാൽ ഓഫീസ്. കൊച്ചി രാജാവിന് തിരുവിതാംകൂറിന്റെ മണ്ണിൽ ചവിട്ടാതെ തിരുവഞ്ചിക്കുളത്തപ്പനെ തൊഴാനായാണ് അന്നത്തെ ദളവ വിജയൻ തോട് കുഴിപ്പിച്ചത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന രാജാവിന് വിശ്രമിക്കാനായാണ് ഈ കെട്ടിടം പണിതത്. കാലക്രമേണ ഈ കെട്ടിടം കനാൽ ഓഫീസ് എന്ന പേരിൽ ജലവാഹന നികുതി ഓഫീസായി മാറി. ജലവാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, നികുതി പിരിവ് എന്നിവയാണ് കനാൽ ഓഫീസിന്റെ പ്രധാന ചുമതലകൾ. ജീർണാവസ്ഥയിലും ഇന്നും ഈ കെട്ടിടത്തിൽ കനാൽ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. കോടികൾ ചെലവഴിക്കുന്ന മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കനാൽ ഓഫീസ് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും
വാഗ്ദാനം വാക്കിലൊതുങ്ങുകയായിരുന്നു. തൃശൂർ, എറണാകുളം ജില്ലകളിലെ ജലവാഹനങ്ങൾ സംബന്ധിച്ചുള്ള നടപടികൾ ഇപ്പോഴും കനാൽ ഓഫീസിലാണ് നടന്നുവരുന്നത്. ഒരു സർക്കാർ ഓഫീസ് എന്ന നിലയിലോ ചരിത്ര സ്മാരകമെന്ന നിലയിലോ കനാൽ ഓഫീസ് സംരക്ഷിക്കപ്പെടാതെ നശിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ അവശേഷിക്കുന്ന ചിഹ്നങ്ങളിലൊന്നാണ് ദ്രവിച്ചു തീരുന്നത്. TCV കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ വിവിധ വില്ലേജുകളിലായി സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് 3 മാസത്തിനകം പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കുമെന്ന് അനിൽ അക്കര MLA അറിയിച്ചു. ജില്ലയിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. മുഴുവൻ അപേക്ഷകർക്കും പട്ടയം നൽകുന്നതിന്റെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തുന്ന സംയുക്ത പരിശോധന 3 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് വകുപ്പ് സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ 223 പേർക്കാണ് പട്ടയം നൽകാനുള്ളത്. കാർ വാടകയ്ക്കെടുത്ത് പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ 4 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ സ്വദേശി വിനീത്, പൊന്നൂക്കര സ്വദേശി വിപിൻ, മലപ്പുറം സ്വദേശി അബൂബക്കർ സിദ്ദിഖ്, വരന്തരപ്പള്ളി സ്വദേശി രാഹുൽ എന്നിവരെയാണ് ഒല്ലൂർ SI പ്രശാന്ത് ക്ലിന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ASI VK രാമകൃഷ്ണൻ, സീനിയർ CPOമാരായ വിനോദ് ശങ്കർ, ഗോപി, CPOമാരായ രഞ്ജിത്ത്, ഷിജു എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. നിരോധിത പാൻ മസാല വിൽപ്പന നടത്തിയ കടയുടമയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കരടിവളവ് സ്വദേശി കണക്കശ്ശേരി സഹിരാജിനെയാണ് മതിലകം SI സുശാന്തും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാൾ കടയിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന പാൻ മസാലയും പോലീസ് പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് സീനിയർ CPO സന്തോഷ്, CPO ജോസഫ് എന്നിവർ നടത്തിയ പരിശോധനയിലാണ് പാൻ മസാല പിടിച്ചെടുത്തത്. പുന്നിയൂർ പഞ്ചായത്ത് പണമടച്ച് 9 മാസം പിന്നിടുമ്പോഴും പഞ്ചായത്തിലെ എടക്കര നീലംകടവ് പാടശേഖരത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകാതെ KSEB അനാസ്ഥ തുടരുന്നു. പാടശേഖരത്തിലേക്ക് വൈദ്യുതി എത്തിക്കാൻ 85,400 രൂപ മാർച്ച് 31-ന് KSEBക്ക് പഞ്ചായത്ത് അധികൃതർ നൽകിയിരുന്നു. 2 മാസം മുൻപ് ലൈൻ വലിക്കുന്നതിനു വേണ്ടി 6 പോസ്റ്റുകൾ ഇവിടെ എത്തിക്കുകയും ഇത് സ്ഥാപിക്കാൻ കുഴിയെടുക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റെവിടെയോ ലൈൻ വലിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റുകൾ എടുത്തുകൊണ്ടുപോയി. കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ അടിയന്തരമായി നൽകണമെന്ന് സർക്കാർ നിർദ്ദേശമുള്ളപ്പോഴാണ് അധികൃതരുടെ അലംഭാവമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്ത് ഓഫീസിന് സമീപം തരിച്ചുകിടന്ന പാടത്ത് 4 വർഷമായി കർഷക കൂട്ടായ്മയാണ് കൃഷിയിറക്കുന്നത്. 50 ഏക്കറിലെങ്കിലും കൃഷിയിറക്കാൻ ഇത്തവണ തീരുമാനിച്ചിരുന്നുവെങ്കിലും വൈദ്യുതി ഇല്ലാത്തതിനാൽ 30 ഏക്കറാക്കി ചുരുക്കുകയായിരുന്നു. ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് പാടത്തേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇത് വലിയ ചെലവായതിനാൽ കൃഷിയിൽ ലാഭം കിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കനാലിൽ നിർമ്മിച്ച കിണറിന്റെ കൈവരി തകർന്ന് അപകടാവസ്ഥയിലായി. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ പീച്ചി ഇറിഗേഷൻ ഇടതുകര കനാലിൽ നിർമ്മിച്ച കിണറിന്റെ കൈവരിയാണ് വാഹനമിടിച്ച് തകർന്നത്. കനാലിൽ വെള്ളം ക്രമീകരിക്കുന്നതിനായി നിർമ്മിച്ച കിണറിന്റെ കൈവരി പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കോൺക്രീറ്റിൽ നിർമ്മിച്ച കൈവരി പലതവണ വാഹനങ്ങളിടിച്ചാണ് തകർന്നത്. നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികളും പോകുന്ന റോഡിനോട് ചേർന്നാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാസങ്ങളായി കൈവരി തകർന്നു കിടന്നിട്ടും ഇറിഗേഷൻ അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് അപകടം ഒഴിവാക്കാൻ നാട്ടുകാർ മരക്കമ്പുകൾ ഉപയോഗിച്ച് കൈവരി തീർത്തിരിക്കുകയാണ്. അധികൃതർ ഇടപെട്ട് കിണറിന്റെ കൈവരി ഉടനെ പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ബോധവൽക്കരണ പാവനാടകം നടന്നു. ജില്ലാ ആരോഗ്യ വിഭാഗത്തിനു വേണ്ടി യുവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മലപ്പുറമാണ് പരിസര ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാവനാടകം അവതരിപ്പിച്ചത്. ചാവക്കാട് നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MB രാജലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AA മിനിമോൾ അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ CV അജയ്കുമാർ, PRO റെനി കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ചെങ്ങല്ലൂർ മനയിലേക്ക് പറപ്പുറപ്പാടും തുടർന്ന് മനയിൽ നിന്ന് കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. പെരുവനം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ മേളവും അരങ്ങേറി. കാലാവസ്ഥാ വ്യതിയാന നിവാരണ കർമ്മ പരിപാടിയുടെ ഭാഗമായി പുതുക്കാട് ഗ്രാമഹരിത സമിതി രൂപീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം രാജു തളിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഹരിത ഭാരത ദൗത്യം ഏറ്റെടുത്ത് നാടിനെ പച്ച പുതപ്പിക്കുക, അവശേഷിക്കുന്ന തണ്ണീർത്തടങ്ങളെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് രൂപരേഖ തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് സമിതി രൂപീകരിച്ചത്. തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഓഫീസർ G ജയമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫോറസ്റ്റ് ഓഫീസർമാരായ TB രാമനാരായണൻ, PO അപ്പച്ചൻ, സതി സുധീർ തുടങ്ങിയവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് വനിതാ കൺവെൻഷൻ കല്ലൂരിൽ നടന്നു. ജില്ലാ വനിതാ കമ്മിറ്റി കൺവീനർ പ്രൊഫസർ വി ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എം.എ. ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളും നിയമവും എന്ന വിഷയത്തിൽ പ്രൊഫസർ വിജയലക്ഷ്മി ക്ലാസ് എടുത്തു. കൺവീനർ കെ. ഗൗരി, പഞ്ചായത്ത് അംഗം ജിനി മനീഷ്, യൂണിറ്റ് സെക്രട്ടറി പി.എസ്. ഗിരിജ വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻചിറ മാണിയംകാവിൽ ചായക്കട തീവെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. മഠത്തിൽ ശശിധരന്റെ ചായക്കടയാണ് സാമൂഹിക വിരുദ്ധർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തീവെച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഓലയുടെ ഭാഗം കത്തിയപ്പോഴേക്കും അതുവഴി വരുന്നവർ കണ്ട് തീയണച്ചു. സംഭവത്തിൽ ശശിധരനും പുത്തൻചിറ മർച്ചന്റ്സ് അസോസിയേഷനും മാള പോലീസിൽ പരാതി നൽകി. സഹകരണ സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ജില്ലാ ജാഥയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ സുരേഷ് വാര്യർ, വത്സൻ കളത്തിൽ, കെ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. AITUC ജില്ലാ സെക്രട്ടറിയായിരുന്ന വി ശിവരാമന്റെ നാമധേയത്തിൽ പുതുതായി നിർമ്മിക്കുന്ന സ്തൂപം സാമൂഹിക വിരുദ്ധർ തകർത്തു. കാരമുക്ക് ചാത്തൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ശിവരാമന്റെ കുടുംബവക സ്ഥലത്താണ് സ്തൂപം പണിതു തുടങ്ങിയിരിക്കുന്നത്. ഈ മാസം 25-ന് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയായിരുന്നു. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. കൊടകര സെന്റ് ആന്റണീസ് ഇടവകയിലെ കുടുംബങ്ങൾക്ക് പച്ചമുളക് തൈകൾ വിതരണം ചെയ്തു. മാർത്തോമ കുരിശുമൊഴി തീർത്ഥാടന കേന്ദ്രത്തിലെ നോമ്പുകാല തീർത്ഥാടനത്തിന് എത്തുന്നവർക്ക് നേർച്ചക്കഞ്ഞി തയ്യാറാക്കുന്നതിനാവശ്യമായ പച്ചമുളക് ഉൽപ്പാദിപ്പിച്ച് ശേഖരിക്കുന്നതിനായാണ് കുടുംബങ്ങൾക്ക് തൈകൾ നൽകിയത്. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ കേന്ദ്ര സമിതി പ്രസിഡന്റ് പീറ്റർ ആലങ്ങോട്ടുകാരന് നൽകി മുളക് തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റോ ജി ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു. പാറേമ്പാടം ചിറളയം പൈപ്പ് ലൈൻ പ്രവൃത്തി കുന്നംകുളം നഗരസഭാ കൌൺസിലറുടെ നേതൃത്വത്തിൽ തടഞ്ഞു. 3.5 കോടി രൂപ ചെലവിൽ സമഗ്ര കുടിവെള്ളത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയുടെ അവസാന ഘട്ടത്തിലുണ്ടായ തർക്കം പദ്ധതി അട്ടിമറിക്കാനാണെന്ന് ആരോപണമുണ്ട്. തർക്കത്തെ തുടർന്ന് പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നിർത്തിവെച്ചു. നേരത്തെ പൈപ്പ് ലൈൻ പ്രവൃത്തി ആരംഭിച്ചതോടെ റോഡിന്റെ വശം പൊളിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പിന് നൽകേണ്ട പണം സംബന്ധിച്ച് തർക്കമുണ്ടായി. ഒടുവിൽ പൊതുമരാമത്ത് ആവശ്യപ്പെട്ട മുഴുവൻ പണവും അടച്ച ശേഷം ഒക്ടോബർ അവസാനത്തോടെയാണ് പ്രവർത്തനാനുമതി നൽകിയത്. വാർഡ് കൌൺസിലർ ഉൾപ്പെടെയുള്ളവർ എതിർത്തതോടെയാണ് പ്രവൃത്തി നിർത്തിവെക്കാൻ തീരുമാനിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സഹകരണ സംരക്ഷണ ക്യാമ്പയിൻ ജില്ലാ ജാഥയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് TN സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. KA വിശ്വംഭരൻ, KR സീത, MA ഹാരിസ് ബാബു എന്നിവർ സംസാരിച്ചു. അട്ടിമറിക്കൂലി തർക്കം മൂലം റേഷൻ കടകളിൽ നിന്നുള്ള അരി വിതരണം നിലച്ചതിൽ പ്രതിഷേധമേറി. സർക്കാർ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന അരി അട്ടിമറിക്കൂലിയുടെ പേരിൽ വിതരണം നടത്താതെ വൻകിട കച്ചവടക്കാർക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. റേഷൻ കടകളിൽ ന്യായവിലക്ക് നൽകുന്ന അരി വിതരണം സ്തംഭിച്ചതിനാൽ പാവപ്പെട്ട കുടുംബങ്ങൾ അമിത വില നൽകി അരി വാങ്ങേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. നോട്ട് നിരോധനം മൂലം ദുരിതത്തിലായ ജനങ്ങൾക്ക് റേഷൻ കടകളിലെ അരി വിതരണമായിരുന്നു ആകെയുള്ള ആശ്രയം. റേഷൻ കടകളിലെ അരി വിതരണം സ്തംഭിച്ചതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കുന്നംകുളത്ത് റേഷൻ കടയിലേക്ക് മാർച്ചും ധർണയും നടത്തി. അടുപ്പൂട്ടി പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിന് മുന്നിലുള്ള റേഷൻ കടയ്ക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ നഗരസഭ മുൻ ചെയർമാൻ CV ബേബി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി ആലിക്കൽ അധ്യക്ഷത വഹിച്ചു. T. സോമശേഖരൻ, PP ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സുമാ ഗംഗാധരൻ, കൌൺസിലർമാരായ KK ആനന്ദൻ, ബീന ലിബിനി, നിഷ ജയേഷ്, ഇന്ദിര ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജോയ് വെള്ളറയ്ക്ക് പാവറട്ടി തീർത്ഥകേന്ദ്രം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ബുധനാഴ്ച നടക്കും. തീർത്ഥകേന്ദ്രം കുടുംബ കൂട്ടായ്മ കേന്ദ്ര കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ദിവ്യബലിക്ക് ശേഷം നിർമ്മൽ ഭവന്റെ താക്കോൽദാനം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ നിർവഹിക്കും. കഴിഞ്ഞ ഒരു വർഷമായി കൊണ്ടാഴി പഞ്ചായത്തിൽ വികസന മുരടിപ്പാണ് നടക്കുന്നതെന്ന് ആരോപിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ ആരംഭിച്ചു. ചേലക്കോട് സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ CPM ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി PA ബാബു ഉദ്ഘാടനം ചെയ്തു. PV രാമസ്വാമി അധ്യക്ഷനായിരുന്നു. VM കൃഷ്ണകുമാർ, MP ഗോവിന്ദൻകുട്ടി, PR വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഗ്രാമപഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ആർ ശ്രീദേവിക്കെതിരെ LDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ മാസം 23-നാണ് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്നത്. കാൽനട പ്രചാരണ ജാഥയ്ക്ക് ചേലക്കര സൂപ്പിപ്പടിയിൽ നിന്ന് സ്വീകരണം നൽകി. ടി ഗോകുലൻ, PR വിശ്വനാഥൻ, MP ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര വാഴക്കോടിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ PR വിശ്വനാഥൻ സംസാരിച്ചു. ചേലക്കരയിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടത്തിയ സ്വീകരണ പരിപാടിയിൽ VM കൃഷ്ണകുമാർ, MP ഗോവിന്ദൻകുട്ടി, സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ പദ്ധതിയായ ആത്മയുടെ സഹകരണത്തോടുകൂടി പഴയന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കല്ലേപ്പാടം പാടശേഖരത്തിൽ നെൽകർഷകർക്ക് പരിശീലന ക്ലാസ് ആരംഭിച്ചു. നെല്ലിന്റെ വിവിധ കീടരോഗങ്ങളെക്കുറിച്ച് തെക്കുംകര കൃഷി ഓഫീസർ PG സുജിത്ത് ക്ലാസുകൾ നയിച്ചു. പരിശീലന പരിപാടി ജനുവരിയിൽ സമാപിക്കും. കല്ലേപ്പാടം പാടശേഖര സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണൻ, കൃഷി ഓഫീസർ ജോസഫ് ജോൺ തേറാട്ടിൽ, KP സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ വൈദ്യുതി തകരാറ് മൂലം വീടിനുള്ളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. കുന്നത്തേരി പുത്തൂർ വീട്ടിൽ ഫ്രാൻസിസിന്റെ വീട്ടിലെ വൈദ്യുതോപകരണങ്ങളാണ് അമിത വൈദ്യുതി പ്രവാഹം മൂലം കത്തിനശിച്ചത്. പരീക്ഷ കഴിഞ്ഞെത്തിയ ഫ്രാൻസിസിന്റെ മകൻ TV വെച്ചതിനെ തുടർന്ന് ടിവിയിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. തീ പടരുന്നത് കണ്ട് ഭയന്ന വീട്ടുകാർ പരിസരവാസികളെ വിവരമറിയിച്ചെങ്കിലും മുറിയിലുണ്ടായിരുന്ന മുഴുവൻ ഉപകരണങ്ങളും കത്തിയമർന്നു. TV സ്റ്റാൻഡ്, റേഡിയോ, ക്ലോക്ക്, മുറിയിൽ സൂക്ഷിച്ചിരുന്ന ട്രോഫികൾ തുടങ്ങിയവ പൂർണ്ണമായും കത്തിനശിച്ചു. തുടർന്ന് പരിസരവാസികളുടെ സഹായത്താൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെള്ളമൊഴിച്ച് തീയണച്ചു. വാർപ്പ് വീടായതിനാൽ തീ മറ്റു മുറികളിലേക്ക് വ്യാപിച്ചില്ല. സംഭവ സമയത്ത് ഫ്രാൻസിസിന്റെ അമ്മയും ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ഈ വർഷത്തെ ദേശീയ ഗണിത ദിനത്തോടനുബന്ധിച്ച് താണിശ്ശേരി തരണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഈ മാസം 22, 23, 24 തീയതികളിലായി വേദഗണിത സമ്മേളനം നടക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. സംഗമ ഗ്രാമ മാധവ ഗണിത കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വേദഗണിത സമ്മേളനത്തിൽ ഗണിത ചരിത്രം, ഗണിത സംഭാവന, കേരളീയ ഗണിത പദ്ധതി, വേദഗണിതത്തിന്റെ കാലിക പ്രസക്തി തുടങ്ങി വിവിധ സെമിനാറുകളിൽ പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. 24-ന് ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 5ാമത് മാധവഗണിത പുരസ്കാരം K. വിജയരാഘവന് സമ്മാനിക്കും. സംഗമ ഗ്രാമ മാധവ ഗണിത കേന്ദ്രം കാര്യദർശി A. വിനോദ്, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി ജാദവേദൻ നമ്പൂതിരിപ്പാട്, കേശവൻ, സതീശൻ, സനൂപ്, ശ്യാം അവിട്ടത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകളിലേക്ക്. കുഴിക്കോട്ടുകോണം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ കുത്തിത്തുറന്ന് ഭഗവാന് ചാർത്തിയ സ്വർണ്ണമാല മോഷ്ടിച്ചു. വിവിധ സ്ഥലങ്ങളിലെ ഭണ്ഡാരങ്ങളും കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ട്. നമ്പ്യങ്കാവ് ക്ഷേത്രത്തിലെ നാഗക്കാവിലെ ഭണ്ഡാരവും തുറക്കാൻ വിഫല ശ്രമം നടത്തിയിരുന്നു. SNDP ഗുരുമന്ദിരത്തിലെയും കാരമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം തുടങ്ങി. കയ്പമംഗലത്തെ സഹകരണ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ സഹകരണ പ്രതിസന്ധി അകവും പുറവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് CA സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് EK ദേവാനന്ദൻ ആമുഖ പ്രഭാഷണം നടത്തി. നാട്ടിക റൂറൽ ബാങ്ക് മുൻ പ്രസിഡന്റ് PM അഹമ്മദ്, വിവിധ സഹകരണ സംഘം ഭാരവാഹികളായ KF ഡൊമിനിക്, PC മനോജ്, KD നീലാംബരൻ എന്നിവർ സംസാരിച്ചു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം 3-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുളം നിർമ്മിച്ചു. മാമ്പറമ്പത്ത് ബിജോയുടെ സ്ഥലത്താണ് മത്സ്യകൃഷിക്കായി കുളം നിർമ്മിച്ചത്. 15 മീറ്റർ നീളത്തിലും വീതിയിലും 3 മീറ്റർ ആഴത്തിലുമാണ് 30 തൊഴിലാളികൾ ചേർന്ന് 15 ദിവസം കൊണ്ട് കുളം കുത്തിയത്. പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, ഫാത്തിമ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ജാഥ സംഘടിപ്പിച്ചത്. വെള്ളറക്കാട് മനപ്പടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ BJP സംസ്ഥാന സമിതി അംഗം E. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുരളി ആദൂർ, ഷാജി ആദൂർ, മുരളി കാരാമിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. റേഷനരി വിതരണം താറുമാറാക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യമായി അരി വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ 60ഓളം കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത്. KPCC അംഗം ശിവൻ കണ്ണോളി വിതരണോദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി PM സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു.
നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, EV ധർമ്മൻ, CS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിന്റെ മതേതര പാരമ്പര്യത്തിൽ വിസ്മയിച്ച് മാലിദ്വീപ് മന്ത്രി. മാലിദ്വീപിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഹുസൈൻ റഷീദ് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിലെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയത്തിലെത്തിയ മാലി മന്ത്രി സഹവർത്തിത്വത്തിന്റെ അടയാളമാണ് ചേരമാൻ പള്ളിയെന്ന് അഭിപ്രായപ്പെട്ടു. മഹല്ല് പ്രസിഡന്റ് ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, അഡ്മിനിസ്ട്രേറ്റർ EB ഫൈസൽ എന്നിവർ ചേർന്ന് അതിഥിയെ സ്വീകരിച്ചു. സഹകരണ സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ജില്ലാ സമര പ്രചാരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ മുരളീധരൻ, ഹാരിസ് ബാബു, PRN നമ്പീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവം ആരംഭിച്ചു. തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നടത്തി. ഇതിനു മുന്നോടിയായി നടന്ന കൊടിക്കൂറ എഴുന്നള്ളിപ്പിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശനിയാഴ്ചയാണ് കാവടി മഹോത്സവം. കേരള മുസ്ലിം ജമാഅത്ത് കയ്പമംഗലം സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സായാഹ്നം സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സിറാജുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സജിത് വിവിധ മേഖലകളിൽ പ്രശസ്തരായവരെ ആദരിച്ചു. PM റഫീഖ്, രഘു പുല്ലാനി, NK അബ്ദുൾ നാസർ എന്നിവർ സംസാരിച്ചു. സഹകരണ സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന ജില്ലാ ജാഥയ്ക്ക് പാവറട്ടിയിലും വെങ്കിടെങ്കിലും സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ K മുരളീധരൻ, TV ഹരിദാസൻ, PK രാജൻ, കമാലുദ്ദീൻ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ അനാവശ്യ നിയമങ്ങൾ നടപ്പാക്കുന്നുവെന്നാരോപിച്ച് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ SFI പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി. ശരത് ചന്ദ്രൻ, MS വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധന ക്യാമ്പും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം AV ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ AT ഗ്രേസി, കൃഷി അസിസ്റ്റന്റ് ഷംനാസ് ഷെറീഫ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷകരിൽ നിന്നും ശേഖരിച്ച മണ്ണിന്റെ സാമ്പിളുകൾ മണ്ണ് പരിശോധനാ കേന്ദ്രം ഓഫീസർ സ്മിത ജോൺ പരിശോധിച്ചു. FCA ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്ന റേഷനരി കാർഡുടമകൾക്ക് വിതരണം ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നാട്ടിക മണ്ഡലം മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രമീള ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NP തങ്കമണി അധ്യക്ഷയായിരുന്നു. BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് റുക്കിയ സുരേന്ദ്രൻ, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി രാരി, ശ്യാമള പ്രേമദാസ്, രമാദേവി എന്നിവർ സംസാരിച്ചു. പുളിങ്കൊമ്പിൽ കയറിയിരുന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കി 5 മണിക്കൂറോളം വീട്ടുകാരെയും നാട്ടുകാരെയും പോലീസിനെയും യുവാവ് ഉദ്ഗതത്തിന്റെ ഉൾമുനയിൽ നിർത്തി. ഒരുമനിയൂർ വില്യംസ് അമ്പലത്താഴം റോഡിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. മരത്തങ്കോട് സ്വദേശിയും ഒരുമനിയൂരിൽ താമസക്കാരനുമായ കണ്ണനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പോലീസും ഫയർഫോഴ്സും എത്തിയെങ്കിലും ഇയാൾ ഇറങ്ങിയില്ല. പുല്ലൂരിലേക്ക് വീട്ടുകാരുമൊത്ത് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന യുവാവ് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. പിന്നീട് പുളിങ്കൊമ്പിൽ കയറി ഇരിപ്പായി. ഏറെ നേരത്തിന് ശേഷം യുവാവ് താഴെ ഇറങ്ങി. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പോത്ത് ചത്തു. ചേറ്റുവ പൊതുശ്മശാനത്തിനടുത്ത് പറമ്പിൽ മേയാൻ വിട്ടിരുന്ന മോങ്ങോടി അജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് ചത്തത്. കാറ്റിൽ വൈദ്യുതി പോസ്റ്റിലേക്ക് തെങ്ങ് വീണതിനെ തുടർന്നായിരുന്നു അപകടം. പെരിങ്ങോട്ടുകര മലയാളം സാംസ്കാരിക വേദി രണ്ടാമത് അഖില കേരള ഇന്റർ കോളേജിയേറ്റ് വോളിബോൾ ടൂർണമെന്റ് 28 മുതൽ 31 വരെ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ 10 പ്രമുഖ കോളേജ് ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. വാർത്താസമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, ചെയർമാൻ സത്യൻ മേലെടുത്ത്, രക്ഷാധികാരി അഡ്വക്കേറ്റ് സലിൽ കൊട്ടേക്കാട്, കണ്ണൻ വേളേക്കാട്ട്, ആന്റോ തൊറയൻ എന്നിവർ പങ്കെടുത്തു. തീപ്പൊള്ളലേറ്റ് ഇരുകാലുകളും മുറിച്ചുമാറ്റി കൃത്രിമ കാലുകളുടെ സഹായത്തോടെ ജീവിതം തള്ളി നീക്കിയ പോർക്കളങ്ങാട് സ്വദേശിനി ഉമ്മുവിന് യാത്രാ സൗകര്യത്തിനായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വാഹനം സമ്മാനമായി നൽകി. സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ സീതാ രവീന്ദ്രൻ വാഹനത്തിന്റെ താക്കോൽ ഉമ്മുവിന് കൈമാറി. KM ഗഫൂർ, പെൻകോ ബക്കർ,
എം ബിജുപാൽ, ഉമ്മുവിന്റെ സുഹൃത്തുക്കൾ, അയൽവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉമ്മുവിന് ഉപജീവന മാർഗമായി നഗരസഭ ബങ്ക് അനുവദിക്കുകയാണെങ്കിൽ അതിനുവേണ്ട എല്ലാ പശ്ചാത്തല സൗകര്യവും ഷെയർ ആൻഡ് കെയർ ഒരുക്കി നൽകാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ലബീബ് ഹസൻ പറഞ്ഞു. കുന്നംകുളത്ത് വിലക്കുറവിന്റെ തുണിക്കട എന്ന ഖ്യാതി നേടിയ സാധാരണക്കാരന്റെ ഇഷ്ട ഷോപ്പിംഗ് വിസ്മയമായ കേരള വസ്ത്രാലയത്തിൽ കച്ചവടം പൊടിപ്പോരും. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരുടെ വൻ തിരക്കാണ് കേരള വസ്ത്രാലയത്തിൽ. സാമ്പത്തിക മാന്ദ്യവും നോട്ട് നിരോധനവുമെല്ലാം ക്രിസ്മസ് വിപണിയെ അത്രയങ്ങ് ബാധിച്ചില്ലെന്ന് കേരള വസ്ത്രാലയത്തിൽ എത്തിയാൽ കാഴ്ചക്കാർക്ക് തോന്നും. പോക്കറ്റിനിണങ്ങുന്ന വിലയ്ക്ക് ഗുണമേന്മയും പുത്തൻ ഫാഷനും ഒന്നിക്കുന്ന വസ്ത്രങ്ങളുടെ വിപുല ശേഖരമുള്ളതിനാൽ ഏവരും ഷോപ്പിംഗിനായി കേരള വസ്ത്രാലയം തിരഞ്ഞെടുക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് വൻ തിരക്ക് തെളിയിക്കുന്നത്. സാരികളും ചുരിദാറുകളും കുട്ടികൾക്കായുള്ള ഉടുപ്പുകളും ബനിയനുകളും ടീഷർട്ടുകളും ഷർട്ടുകളും സെറ്റ് സാരികളും ഉൾപ്പെടെ ആവശ്യമായതെന്തും കേരള വസ്ത്രാലയത്തിലുണ്ട്. ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈൻ തുണിത്തരങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്നതും ഒരു കുടുംബത്തിനാവശ്യമായ വസ്ത്രങ്ങളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ ലഭ്യമാണെന്നതും ഉപഭോക്താക്കളെ കേരള വസ്ത്രാലയത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നു. ആഘോഷമേതായാലും ഉപഭോക്താവിന്റെ സംതൃപ്തിക്കാണ് തങ്ങൾ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതെന്നും തങ്ങളെ വിശ്വസിച്ചെത്തുന്ന ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ മുഴുവൻ ഡിസൈനുകളും ഒരുക്കി തന്നെയാണ് ക്രിസ്മസ് വിപണി ഒരുക്കിയിരിക്കുന്നതെന്നും സ്ഥാപന ഉടമ റജി പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ കടയിലേക്കും പഞ്ചായത്ത് ഓഫീസിലേക്കും മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TM കൃഷ്ണൻ, TA കേശവൻകുട്ടി, PA അച്ഛൻ കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്റ്റാഫ് നഴ്സിന്റെ കുറവ് മൂലം എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ വീണ്ടും നിർത്തിവെച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും സർക്കാർ ഒരുക്കുന്നില്ലെന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ ട്രഷറിയിൽ 24,000 രൂപ വരെയുള്ള പെൻഷൻ വിതരണം പുനരാരംഭിച്ചു. ചൊവ്വാഴ്ചയെത്തിയ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് അധികൃതർ. ചാലക്കുടി പുഴയിലെ പാൽപ്പുഴ ഭാഗത്ത് തടയണ നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. തടയണയോടൊപ്പം പാലമെന്ന ദീർഘകാലത്തെ ആവശ്യവും നിറവേറുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.